എന്നും അതിശയങ്ങൾ സംഭവിക്കുന്ന ഒരു മേഖലയാണ് തമിഴ് സിനിമാ ലോകം. എപ്പോഴും സിനിമാ പ്രേമികൾക്ക് ആവേശം നിറഞ്ഞ കാര്യം തന്നെയാണ് അവിടുത്തെ ഓരോ റിലീസും. എന്നാൽ ഇപ്പോഴുള്ള ട്രെൻഡ് അനുസരിച്ച് പുത്തൻ പടങ്ങളുടെ കൂട്ടത്തിൽ റിലീസ് ചെയ്തു വരുന്ന ചിത്രങ്ങളും ഹിറ്റടിക്കാറാണ് പതിവ്. അത് വലിയ ചർച്ചയുമാകാറുണ്ട്. അത്തരത്തിൽ വ്യത്യസ്തമായ ഒന്നാണ് മദഗജരാജ. എന്തായാലും ചിത്രം വിജയമായിരിക്കുകയാണ്. വെറും വിജയമല്ല, സൂപ്പർ ഹിറ്റ്. 12 വർഷത്തോളം പെട്ടിയിലിരുന്നെങ്കിലും പുറത്തിറങ്ങിയപ്പോൾ നേട്ടം കൊയ്യാൻ ചിത്രത്തിന് കഴിഞ്ഞു. പൊങ്കൽ റിലീസായാണ് ചിത്രം എത്തിയത്. ഇതോടകം തന്നെ 27 കോടിക്ക് മുകളിലാണ് തമിഴ്നാട്ടിൽ നിന്നും ചിത്രം കളക്ട് ചെയ്തിരിക്കുന്നത്. ആദ്യ ദിനം തന്നെ 3 കോടി വാരിയിരുന്നു. പെട്ടിയിൽ കിടന്ന വിശാൽ ചിത്രം പൂപ്പൽ പിടിച്ചില്ല എന്നാണ് പ്രേക്ഷകരുടെ പ്രതികരണം. രണ്ടാം ദിനം 3 കോടിയും കടന്ന മൂന്നാം ദിനം 6 കോടിയിലേക്കും ചിത്രം എത്തിയിരുന്നു. പിന്നെ വിശാൽ സിനിമയ്ക്ക് തിരിഞ്ഞു നോക്കേണ്ടേ വന്നില്ല. 4-ാം ദിവസവും 5-ാം ദിവസവും 7 കോടിക്ക് മുകളിലാണ് കളക്ഷൻ സ്വന്തമാക്കിയത്. കോമഡി സീനുകൾ സിനിമയുടെ പ്രത്യേകതയാണെന്നും വിശാലിന്റെ ഫൈറ്റുകൾ ചിത്രത്തിന്റെ ഹൈലൈറ്റ് ആണെന്നാണ് പ്രേക്ഷകർ ഒരുപോലെ പറയുന്നത്. 2013 പൊങ്കൽ റിലീസായാണ് പദ്ധതിയിട്ടിരുന്നത്. എന്നാൽ അന്ന് പൊങ്കൽ റിലീസായി വിശാലിന്റെ സമ്മറാണ് എത്തിയത്. പിന്നീട് 2013 സെപ്റ്റംബറിൽ റിലീസ് തീരുമാനിച്ചെങ്കിലും നിർമ്മാണ കമ്പനിക്കെതിരായ കേസിനെ തുടർന്ന് അതും നടന്നില്ല. ഒടുവിൽ 2025 പൊങ്കൽ റിലീസാകുകയും കോടികൾ വാരുകയും ചെയ്തു. നിരവധി പരാജയ സിനിമകൾക്ക് ശേഷം ബോക്സ് ഓഫീസിൽ വിശാലിന്റെ വമ്പൻ തിരിച്ചുവരവ് തന്നെയാണ് മദഗജരാജ എന്നാണ് വിലയിരുത്തൽ. പക്ഷേ സിനിമയുടെ വിജയം മാത്രമല്ല സോഷ്യൽ മീഡിയയും ആരാധകരും ഏറ്റെടുത്തത്. ചിത്രത്തിന്റെ വിജയാഘോഷത്തിനിടെ അവശനായ വിശാലിനെക്കുറിച്ചും ചർച്ചകൾ ഉയർന്നിരുന്നു. എന്നാൽ സിനിമയ്ക്ക് വേണ്ടി ആരോഗ്യം വീണ്ടെടുത്ത് ചുറുചുറുക്കോടെയാണ് വിശാൽ വീണ്ടും എത്തിയത്. തമിഴ് സിനിമാ ലോകത്തെ ചീറ്റപ്പുലിയായിരുന്ന വിശാലിന്റെ ആരോഗ്യാവസ്ഥ കഴിഞ്ഞ കുറച്ചു നാളുകളായി സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു. തീർത്തും ദുർബലനായാണ് വിശാലിനെ കാണപ്പെട്ടത്. താരത്തിന്റെ കൈകളടക്കം വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ നടന്റെ ആരോഗ്യനിലയെപ്പറ്റി ചർച്ചകൾ ഉടലെടുക്കുകയായിരുന്നു. എന്തായാലും വിശാൽ തന്നെ തന്റെ ആരോഗ്യസ്ഥിതിയുടെ അവസ്ഥയ്ക്ക് മറുപടിയും പറയുന്നുണ്ട്. വിശാൽ തന്റെ ആഘോഷ പ്രസംഗം തുടങ്ങിയത് തന്റെ വൈറൽ വീഡിയോ ഉയർത്തി തന്നെ ട്രോളിയവർക്കുള്ള മറുപടിയുമായാണ്. തന്റെ വീഡിയോ കണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ അന്വേഷിച്ചു. പലരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതിൽ ആ വീഡിയോ വൈറലായതിൽ എനിക്ക് സന്തോഷമുണ്ടെന്നും വിശാൽ പറഞ്ഞു. 6 മാസം തനിക്ക് സിനിമയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നുവെന്നത് തെറ്റാണെന്നും പനി കാരണമുള്ള ശാരീരിക അസ്വസ്ഥതകൾ മാത്രമാണ് തനിക്കുണ്ടായിരുന്നുള്ളൂ എന്നും താരം പറഞ്ഞു. താൻ പഴയതുപോലെ തന്നെ ഹാപ്പിയാണെന്നും താരം വ്യക്തമാക്കുകയാണ്. എന്തായാലും സിനിമയും ഹിറ്റായി, വിശാലിന്റെ തിരിച്ചുവരവും സൂപ്പർ ഹിറ്റായി. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.